3500-ലധികം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ പ്രവാസി വ്യവസായിയും കോഴിക്കോട് സ്വദേശിയുമായ ശ്രീകുമാർ കോർമത്ത്. കൊറോണ കാലത്ത് തുടങ്ങിയ സേവനമാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ശ്രീകുമാർ കോർമത്ത് ഇപ്പോഴും തുടരുന്നത്. കൊറോണ കാലത്ത് ആയിരക്കണക്കിന് നിർധനർക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകുക മാത്രമല്ല ശ്രീകുമാർ കോർമത്ത് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 30 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപയും സംഭാവന നൽകി. പിന്നീട് ഓണത്തിനും വിഷുവിനുമൊക്കെ ശ്രീകുമാർ കോർമത്ത് അവശ ജനവിഭാഗങ്ങളെ കണ്ടെത്തി കിറ്റുകൾ നൽകി വരുന്നുണ്ട്. 21 ഇന ഭക്ഷ്യവസ്തുക്കളും ഓണക്കോടിയും ഉൾപ്പെടുന്ന കിറ്റാണ് ഇത്തവണ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 1500 കിറ്റുകൾ വിതരണം ചെയ്തു. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചാമത്തെ വർഷമാണ് ഈ ഫുഡ് കിറ്റ്, അതായത് ഓണക്കിറ്റ് കൊടുക്കുന്നത്. ഓണക്കിറ്റ് മാത്രമല്ല, നമ്മൾ വിഷുവിനും കൊടുക്കാറുണ്ട്. ഇത് തുടങ്ങിയത് 2000-ലാണ്. 2000-ൽ ഞാനിവിടെ ദുബായിൽ നിന്ന് വന്ന് ഫ്ലൈറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കാരണം ഇവിടെ സ്റ്റക്കായി ഒരു 6 മാസത്തേക്ക്. ആ സമയത്ത് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത്ര പാവപ്പെട്ടവൻ അത്രയും വിഷമിച്ചിട്ട് ആ സമയത്താണ് ആദ്യം ഫുഡ് കിറ്റും പിന്നെ അതുപോലെ തന്നെ ടാബ്, പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള ടാബ്, പിന്നെ കുട്ടികൾക്കുള്ള സൈക്കിളുകൾ, ഇതൊക്കെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ആദ്യത്തെ വർഷം എനിക്ക് ഒരു 1200, 1800 വരെ ആദ്യത്തെ തവണ കൊടുത്തിട്ടു. പിന്നെ അതേ വർഷം തന്നെ രണ്ടാമതും കൊടുത്തു ഞാൻ ഡിസംബറിൽ. അപ്പോൾ ആ വർഷം ഒരു 3000 കൊടുത്തു. പിന്നെ അതിൻ്റെ റെസ്പോൺസ് അങ്ങ് വർദ്ധിച്ചു. അപ്പോൾ സിസ്റ്റം കംപ്ലീറ്റ് ഞാൻ മാറ്റി വളരെ ഭംഗിയുള്ള രീതിയിൽ കിറ്റ് കൊടുക്കാനുള്ളൊരു ഇത്. ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K. മൊയ്തു, കൗൺസിലർമാർ, സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ മറ്റു പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.